സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഞാൻ പണ്ട് പണിയെടുത്ത കമ്പനിയിലും അതുകൂടാണ്ട് നമ്മുടെ നാട്ടിലെ തന്നെ ഒരു ഡ്രൈവർക്കും ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ വേറെ എങ്ങനെയുള്ള ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഇനി ഇത് സംഭവിക്കുകയും ചെയ്യരുത്. അതാണ് നമ്മുടെ ആഗ്രഹം. ഇനിയിപ്പം നാളെ തന്നെ എനിക്ക് സംഭവിച്ചാൽ പോലും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചെറിയൊരു വിവരണം അറിയുന്ന പോലെ ഉണ്ടാവും. പിന്നെ അതൊരു കുറ്റപ്പെടുത്തലോ ഒന്നുമല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ നമ്മൾ വണ്ടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പല കമ്പനികളും, ഞാൻ ഇപ്പോൾ ലിത്വാനിയിലാണ് പണിയെടുക്കുന്നത്, പല കമ്പനികളും നമ്മളോട് എന്ത് പറയുന്നുണ്ട്, 45 റെസ്റ്റിൻ്റെ സമയത്ത് നമ്മളോട് നമ്മുടെ ടാക്കോ കാർഡ് ഊരി വെക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ നമ്മളത് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ടാക്കോ കാർഡ് ഊരി കഴിഞ്ഞാൽ നമ്മളും ഈ വാഹനവും തമ്മിൽ യാതൊരു ബന്ധമില്ല. നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, അതാണ് ഈ ടാക്കോ കാർഡ് ഊരുന്നതിനുള്ള സംഭവം. കമ്പനീൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ടാക്കോ ഊരാൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഒന്നുമില്ലെങ്കിലും ഊരുന്ന ആളുകളിൽ നമുക്കെന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ആളുകൾ ഇത് ഊരാൻ നിൽക്കരുത്. പിന്നെ ഒന്നുമില്ലാത്ത ആൾക്കാർക്കും വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ടാക്കോ കാർഡ് ഒരിക്കലും റിമൂവ് ചെയ്യരുത്. ഈ 45 റെസ്റ്റ് നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ബേസിലേക്ക് പോകുന്ന നേരം നമ്മളെ ടാക്കോ കാർഡ് വേണേൽ നമുക്ക് ഊരാം. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. പിന്നെ നമ്മൾ പാർക്ക്, ഇപ്പോൾ 45 റെസ്റ്റിനൊക്കെ നമ്മൾ പാർക്ക് ചെയ്യുന്ന നേരം നമുക്ക് വേണ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ഈ ലൊക്കേഷൻ ഒന്ന് ഷെയർ ചെയ്ത് നല്ലതാണ്. മീൻസ് നീ എവിടെയാടാ ഉള്ളതെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി നമ്മൾ ചോദിക്കൂലേ. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ നിൽക്കുകയാണെങ്കിൽ എൻ്റെ കൂടെയുള്ള ഞങ്ങൾ 4 ആൾക്കാർ 5 ആളുണ്ട്. ആ 5 ആളും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്നുള്ള നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതേപോലെ ഈ മിക്സർ ബോക്സർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമില്ലേ, അത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നമ്മളെ ഓൺ പൊസിഷൻ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കമ്പനിയിൽ ജോലിക്ക് കയറി, ട്രക്ക് ഡ്രൈവറായിട്ട് ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഷുറൻസിൻ്റെ കമ്പനി എടുത്ത് തരുന്നുണ്ട്. അതിൻ്റെ കാർഡ് നമ്മൾ വണ്ടി കയറുമ്പം തന്നെ നമ്മുടെ കയ്യിൽ വേണം. ഉദാഹരണത്തിന് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമുക്ക് പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കാർഡ് കാണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇപ്പം എനിക്ക് എൻ്റെ വണ്ടീൻ്റെ, ഞാൻ ഫസ്റ്റ് കണ്ടെയ്നറിലായി, ആ കണ്ടെയ്നറിൻ്റെ അകത്ത് ലോഡ് കയറ്റിയത് ശരിയില്ലാത്തതുകൊണ്ട് വളവ് വളയുന്ന സമയത്ത് അത് മറഞ്ഞു പോയി. അന്ന് എൻ്റെ കൈക്ക് ഒരു 8 സ്റ്റിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ഈ കാർഡുള്ളതിനെ കൊണ്ട് ഒരു പൈസയും ചിലവും വന്നില്ല. എല്ലാ കാര്യങ്ങളും അതിൻ്റെ മുകളിൽ നടന്നത്. അപ്പോൾ നമ്മൾ കമ്പനി പണിക്ക് കയറുന്നേരം നമ്മുടെ ഇൻഷുറൻസിൻ്റെ കാര്യം നമ്മൾ എന്തായാലും ശ്രദ്ധിച്ചിരിക്കണം. മനസ്സിലായില്ലേ? പിന്നെ അടുത്ത് പറയാനുള്ളത്, കമ്പനിക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെ സ്കീമുണ്ടോ എന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതും കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്തുനിന്നും കൂടെ കിട്ടും. പിന്നെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇൻഷുറൻസ് മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ വാലിഡിറ്റി, അതിൻ്റെ കാർഡ് എല്ലാം നമുക്കുണ്ടാവും. അപ്പോൾ ആ കാർഡ് നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, നോക്കണം. മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ പോലും, ഇപ്പം നമ്മൾ വണ്ടി വിട്ട് നമ്മളിപ്പം പിന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കും. ആ മേടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, പോകുന്ന സമയത്തും നമ്മുടെ മൊത്തം രേഖകൾ കൊണ്ടുപോകണം. ഇപ്പം മസ്റ്റായിട്ട് നമ്മളെ രേഖകളെല്ലാം കൊണ്ടുപോകണം. മനസ്സിലായില്ലേ? കാരണം പോലീസ് ചെക്ക് ചെയ്യുന്ന നേരം നമ്മുടെ പേപ്പേഴ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, നമ്മൾ ട്രക്ക് ഡ്രൈവറാണ്. പിന്നെ ഈ കാർഡ് നമ്മൾ എടുത്ത് വെക്കുന്നത്, നമ്മൾ പോകുന്ന വഴിക്ക് പോലും നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമ്മൾ ഈ കാർഡ് വെച്ചിട്ട് അവർക്ക് നമ്മൾ ഏത് കമ്പനിയിലാണ് പണിയെടുക്കുന്നതെന്ന് പോലും കറക്റ്റായിട്ട് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ അതേമാതിരി ഇപ്പം ഞാൻ പറഞ്ഞാലേ, നമ്മുടെ 2 സഹപ്രവർത്തകർ ഇവിടെ മരിക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അവരുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ കമ്പനീൻ്റെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ കമ്പനീൻ്റെ ഇൻഷുറൻസ് പ്രകാരം സാധാരണ നമുക്ക് ഒരു 3 വർഷത്തെ ശമ്പളം വരെ നമുക്ക് ഇൻഷുറൻസിൻ്റെ തുകയായിട്ട് കമ്പനി അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ കമ്പനി കൊടുക്കണം. അതുകൂടാണ്ട്
കമ്പനിയുടെ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമിൽ നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് 2 വർഷത്തെങ്ങാനും ശമ്പളം നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ കൂടെ കമ്പനി തരേണ്ടതുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമ്മളെ ചിലവുകൾ, നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ചിലവുകൾ, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ ആ ബാക്കിയുള്ള ചിലവുകളൊക്കെ കമ്പനിയാണ് നമ്മളെ ഇതാക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം ഉണ്ടോയെന്ന് ചോദിക്കുക. നമ്മുടെ ഇൻഷുറൻസും മസ്റ്റാണ്. പിന്നെ നമ്മുടെ ഒരാളും ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാനിപ്പോഴും പറയുന്നു. ഇനി അഥവാ നമ്മൾ കാര്യങ്ങൾ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അവരെ കൂടെയുള്ള ആളുകൾ കൂടെ നിന്നുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് പേർപ്പസും കാര്യങ്ങളും ശരിയാക്കേണ്ടതുണ്ട്. കമ്പനീൻ്റെ ഭാഗത്തുനിന്നുണ്ട്. നമ്മളിപ്പോൾ യൂറോപ്പിലെ ട്രക്ക് ഡ്രൈവറാണ്, നമുക്ക് ഇന്ന സ്ഥലം ഒന്നുമില്ല. നമുക്ക് യൂറോപ്പിലെ ഓൾ കൺട്രി ഇൻ്റർനാഷണൽ റൂട്ടുകളിലാണ് നമ്മൾ ഓടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏത് രാജ്യത്തു നിന്നാണോ മരിച്ചത് ആ രാജ്യത്തു നിന്നുള്ള ഒരു പേപ്പറും കൂടെ വാങ്ങി കിട്ടിയിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ടാവും. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ ടാക്കോ ഊരരുതെന്ന് പറഞ്ഞു. ടാക്കോ ഊരരുതെന്ന് പറയുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ടാക്കോ വെച്ചിട്ട് നമ്മൾ അന്നപ്പോഴും വർക്കിങ്ങിലാണ്. അപ്പം വർക്കിംഗ് ഡെത്ത് എന്നാണ് പറയുക. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്താണ് മരിച്ചത്. മനസ്സിലായില്ലേ? കാരണം വണ്ടിയിലാണ് നമ്മളെപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഒരിക്കലും ടാക്കോ റിമൂവ് ചെയ്തിട്ട് നമ്മൾ കിടക്കരുത്. മനസ്സിലായില്ലേ? പോലീസ് പിടിച്ചാൽ പോലും നമുക്ക് തന്നെയാണ് പണി, കമ്പനിക്കല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ കൂടെ ഉള്ളവർ സഹായിക്കുക മീൻസ് പേപ്പർ വർക്കുകൾ കാര്യങ്ങളും ആ കമ്പനിയിൽ പണിയെടുക്കുന്ന ബാക്കി മലയാളികളായാലും ബാക്കി നമ്മുടെ കൂടെയുള്ള ആളുകളായാലും അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, കാര്യങ്ങൾ ചെയ്യുക. കാരണം ഇപ്പം ഞാൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പോലും എൻ്റെ കുടുംബം അതിനോട് കൂടി തീരും. മനസ്സിലായോ? ഇപ്പം ഞാനാണ് ആ വീട്ടിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിച്ചാലും ഇപ്പം എനിക്ക് എന്തെങ്കിലും ബാക്കി ചിലപ്പം കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതായാൽ പോലും അതൊന്ന് വീട്ടിൽ കഴിഞ്ഞാൽ പോലും നമ്മളെ കുടുംബത്തിന് പിന്നെ ഒരു വിഷയം വരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ കടമില്ലാത്ത പോലെ എന്തായാലും പിന്നെ ആ കുടുംബത്തിന് ഒരു ഇത് കിട്ടും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടും. കമ്പനീൻ്റെ ഇതിൽ തന്നെ 30% എങ്ങാനും പെൻഷൻ കിട്ടും. അപ്പോൾ ആ പെൻഷനും പിന്നെ ഇതിൻ്റെ കൂടെ വേറെ കിട്ടുന്നതാണ്. ഭാര്യയ്ക്ക് പെൻഷൻ 30% കിട്ടും. ഇപ്പോൾ 2500 യൂറോ നമുക്ക് സാലറി ഉണ്ടെങ്കിൽ 750 യൂറോ പെൻഷനായിട്ട് നമ്മളെ ഭാര്യ കിട്ടും. ഭാര്യ മരിക്കുന്ന വരെ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ കൂടുള്ളവർ നിന്ന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെഡിക്കൽ, നമ്മളെ ബോഡി നമ്മൾ നോക്കുക. നമ്മളിപ്പം വണ്ടി ഓടിക്കുന്നതാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ നമുക്ക് കുറേ എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് നമ്മൾ വണ്ടി നിർത്തുന്നിടത്തുനിന്ന് ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്ററിലുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ പോയിട്ട് സാധനം മേടിക്കാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്ന് പിന്നെ നമ്മൾ ആ വെയിറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പം നമ്മളെ ശരീരം ഒന്നും കൂടെ ഒന്ന് വാമപ്പാവും, കാര്യങ്ങളും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശരീരം നോക്കുക, എല്ലാം നോക്കുക. പിന്നെ ഒരുപാട് മാനസിക സമ്മർദ്ദം വെച്ചുകൊണ്ട് ജോലി ചെയ്യരുത്. ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മളെ കൂടെയുള്ള ഒരാളോട് നമ്മൾ ഷെയർ ചെയ്യുക. എനിക്കിങ്ങനെ ഒരു ടെൻഷൻ ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ കുറഞ്ഞു കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഒരിക്കലും ടെൻഷൻ വെച്ചുകൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുകയോ വേറെ ഒന്നും ചെയ്യരുത്. അപ്പോൾ എപ്പോഴായാലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുക. സമ്മർദ്ദം വെച്ചും കൊണ്ട് ഒരിക്കലും, കാരണം നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കുടുംബം ഇല്ലാണ്ടാവും, എല്ലാം നമ്മളെ ഇല്ലാണ്ടായിപ്പോയി. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇനി ഒരാൾക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളവർ ഇങ്ങനെ പറ്റുന്ന ആൾക്കാർക്ക് പേപ്പർ വർക്കും കാര്യങ്ങളും ചെയ്യാൻ കമ്പനിയെ ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. മനസ്സിലായില്ലേ? എല്ലാവരും ഇവിടെ വന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പൈസ ഉണ്ടാക്കി നമ്മുടെ പ്രശ്നങ്ങൾ തീർത്ത് എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും നമ്മളെ ഫാമിലി വിട്ടിട്ടായാലും നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെയും പറയുന്നു, പല കമ്പനികളും 45 മണിക്കൂർ റെസ്റ്റ് ടാക്കോ കാർഡ് ഊരി വെച്ചിട്ട് എടുക്കാൻ പറയുന്നുണ്ട്. ദയവ് ചെയ്ത് ആരും അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. കാരണം ചെയ്ത് കഴിഞ്ഞാൽ ടാക്കോ ഊരിയിട്ടാണ് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പോലും കമ്പനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റും. അവർ ടാക്കോ ഊരിയിട്ട് അവരെവിടെയോ പോയി എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല, അങ്ങനെ എന്തോ സംഭവിച്ചതാണോ എന്ന് ഞങ്ങൾക്കറിയില്ല, അതൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് ആരും ടാക്കോ റിമൂവ് ചെയ്യുന്നത് നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ബേസിലേക്ക് പോകുന്ന നേരം അല്ലാതെ ഊരാൻ നിൽക്കരുത്. അതേമാതിരി നമ്മുടെ ഇപ്പം മെക്കാനിക്കൽ വർക്കിന് പോവുകയാണെങ്കിലും ഊരും.
അല്ലാതെ ആരും ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ആർക്കും ജീവിതത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. കുറഞ്ഞത് ഒരു 5-10 മിനിറ്റെങ്കിലും ഒരു വ്യായാമം ചെയ്യുക. പറ്റാവുന്നിടത്തോളം നടക്കുക. സൂപ്പർ മാർക്കറ്റുകളിൽ ദൂരെ ഉള്ളെങ്കിൽ ദൂരത്തേക്ക് നടന്നു പോയി സാധനങ്ങൾ മേടിക്കുക. ഇപ്പോൾ എനിക്കും എന്തെങ്കിലും സംഭവിക്കാം. അപ്പോൾ ഞാനന്നപ്പോൾ ഇതൊക്കെ പറഞ്ഞെന്നുള്ളതല്ല, ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന മാതിരി ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ഞാനിപ്പോൾ ഇവിടെ ലോഡറൊക്കെ വന്നു കൊടുത്തുനിന്ന് ഇപ്പോഴാണ് ഞാൻ ഗ്രൂപ്പിൽ ഇങ്ങനെ കണ്ടത്. ഒരു താമരശ്ശേരിയുള്ള ഒരു ഏട്ടന് വണ്ടിയിൽ ഇങ്ങനെ മരിച്ച നിലയിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമങ്ങളും കാര്യങ്ങളും പങ്കുവെക്കുക. അത് പറഞ്ഞ് മറ്റവൻ്റെ അടുത്ത് പോയി ചിരിക്കാണ്ട് ആ സങ്കടം കേട്ട് അവൻ അതിന് പറ്റിയിട്ടുള്ള ഒരു റെമഡി കൊടുത്തുകൊണ്ട് നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോവാം. നമ്മളെല്ലാവരും ഇവിടെ വന്നത് നമ്മുടെ കഷ്ടപ്പാടുകൾ തീർത്ത് സമാധാനത്തോടെ ജീവിക്കാനാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഒരു അവയർനെസ് മാതിരി എടുത്താൽ മതി. കാരണം എനിക്ക് അറിയുന്നൊരു ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞെന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യണം എന്നുള്ളത്. കാരണം ഇൻഷുറൻസ് മസ്റ്റാണ്. ആ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ കമ്പനിയോട് ചോദിച്ച് മനസ്സിലാക്കുക. ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ടോ, നമ്മുടെ ഇൻഷുറൻസിൻ്റെ കാർഡ് എവിടെ, കിട്ടിയില്ലെങ്കിൽ അത് ചോദിച്ച് വാങ്ങണം. വണ്ടിയിൽ പോകുന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിൻ്റെ കാർഡ് മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.